കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ വ്യാപാര ഫാക്ടറി എവിടെയായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ സൂററ്റിൽ. 1612 ഇത് സ്ഥാപിച്ചത്. ബാലവേല നിരോധിക്കുന്നതിന് 1881 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന നിയമം ഏതായിരുന്നു? ഉത്തരം ഫാക്ടറി നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി? ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം അശ്വനി കുമാർ ദത്ത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം? ഉത്തരം 1930. കറൻസി നോട്ടുകൾ ഇറക്കാനുള്ള അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ ബ്രിട്ടീഷ് നിയമം? ഉത്തരം പേപ്പർ കറൻസി നിയമം. ബ്രിട്ടീഷുകാർ പേപ്പർ കറൻസി നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 1861. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം PC റോയ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും ഇക്കണോമിക്സിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം സർ ഹ്യൂ റോസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം ലാല ലജ്പത് റായ്. ഗുരുജി എന്നറിയപ്പെട്ടിരുന്ന നേതാവ്? ഉത്തരം MS ഗോൾവാൾക്കർ. 1947 ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സർദാർ അജിത് സിംഗ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം പോണ്ടിച്ചേരി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? ഉത്തരം 1664. പ്രധാനമായും എത്ര മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായി? ഉത്തരം 4. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല കലാപങ്ങളിൽ അവസാനത്തേത് ഏതായിരുന്നു? ഉത്തരം കുറിച്യർ ലഹള. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1602. ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം? ഉത്തരം ശ്രീരംഗപട്ടണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി? ഉത്തരം ഹർഡിഞ്ച് രണ്ടാമൻ. ലോർഡ് കിച്ച്നറുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇന്ത്യക്കാർ വരാതിരിക്കാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി ബ്രിട്ടീഷുകാർ 21 നിന്ന് എത്ര വയസ്സായിട്ടാണ് കുറച്ചത്? ഉത്തരം 19. വടക്കേ ഇന്ത്യയിൽ ചിന്നിച്ചിതറി പ്രവർത്തിച്ചിരുന്ന
തീവ്രവാദികളെയും വിപ്ലവകാരികളെയും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കാൺപൂരിൽ 1924 രൂപീകരിച്ച സംഘടന. ഉത്തരം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജസ്റ്റിസുമാർക്ക് വിചാരണ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ബിൽ ഏതായിരുന്നു? ഉത്തരം ഇൽബർട്ട് ബിൽ. ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ഉത്തരം ഹാർഡിഞ്ചർ പ്രഭു രണ്ടാമൻ. ഒറീസയിലെ കടുത്ത ക്ഷാമവും ഭൂട്ടാനുമായുള്ള യുദ്ധവും നടന്ന സമയത്തെ വൈസ്രോയി? ഉത്തരം ജോൺ ലോറൻസ്. കോൺവാലിസ് കോഡ് നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1793. ഇന്ത്യയിൽ ആദ്യമായി എവിടെയാണ് യന്ത്രവൽകൃത തുണിമില്ലുകൾ തുടങ്ങിയത്? ഉത്തരം അഹമ്മദാബാദ്. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം സർ ജോൺ മാർഷൽ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? ഉത്തരം 1946. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശി? ഉത്തരം ജോർജ് യൂൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. സുതന്ത്ര പെരുമ എന്ന വിഖ്യാത തമിഴ് കാവ്യത്തിന്റെ രചയിതാവ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. മഹാത്മാഗാന്ധി അന്തരിച്ചപ്പോഴുള്ള ഒരു മഹാന്റെ വാക്കുകളാണ് ഇത്. ആരാണ് ആ മഹാൻ? ഉത്തരം ജവഹർലാൽ നെഹ്റു. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയ നേതാവ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. എവിടെ വെച്ചായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്? ഉത്തരം മുംബൈ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്? ഉത്തരം മുൽ ശങ്കർ. ചക്രവാത സദർശനായ ഹിന്ദു എന്ന് അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വിവേകാനന്ദന്റെ ശിഷ്യ? ഉത്തരം സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം? ഉത്തരം മാർഗരറ്റ് നോബിൾ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1897. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ബേലൂർ. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം? ഉത്തരം 1828. ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു.
ഏത് വൈസ്രോയുടെ കാലത്താണ് സിവിൽ പ്രൊസീജിയർ കോഡ് പുതുക്കപ്പെട്ടത്? ഉത്തരം കഴ്സൺ പ്രഭു. കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ബ്രഹ്മസമാജം.